നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ 1 സ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാര, ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സ്പൂണ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മിൽക്ക് പൗഡറിന് പകരമായിട്ട് പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ ആക്റ്റീവ് ആവാൻ വെച്ച ഈസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാനൊരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ബ്ലെൻഡർ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഈസ്റ്റ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ പൊള്ളി വന്നിട്ടുണ്ട്. എയർ ബബിൾസൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പൊടിമാവ് തൂറ്റിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ട് കയ്യിലെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് പരത്തി ഹോളിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് മാവിൻ്റെ മുകൾ ഭാഗത്ത് കൂടി കുറച്ച് പൊടിമാവ് തൂറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിനാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഞാനിത് സാധാരണ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസും ഇതുപോലെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുപ്പിയുടെ അടപ്പാണ്. ഡോണറ്റ് കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ഡോണറ്റ് കട്ട് ചെയ്യുന്ന കട്ടർ ഇല്ല. അപ്പോൾ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും അത് അവൈലബിൾ ആയിട്ട് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒരു ഗ്ലാസ്സോ അടപ്പോ കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുക്ക് ഭാഗവും ഇതുപോലെ ഒരു അടപ്പ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഓവനിലല്ല ചെയ്തെടുക്കുന്നത്, അതിന് പകരമായിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കട്ടിക്കാണ് പരത്തിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും നല്ലപോലെ ഇട്ട് കൊടുത്ത് അകമൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ആയിരിക്കണം കോരി മാറ്റാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ഗോൾഡൻ കളറായി വന്നപ്പോഴത്തേക്കും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തതല്ല, അതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ചോക്ലേറ്റ് അവൈലബിൾ ആയിട്ട് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓരോ ഡോണറ്റായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊരു ഫ്രിഡ്ജിലോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോ വെച്ചിരുന്നാൽ മതിയാവും. നന്നായിട്ട് ഇത് ഡോണറ്റിൽ സെറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബാക്കി വന്നതിൽ ഞാൻ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ തൈര് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിനി ഡോണറ്റിൻ്റെ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിലും ഞാൻ ഐസിങ് ഷുഗർ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ കണ്ടു നോക്കുക.